വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതിക്ക് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. സംസ്ഥാന സർക്കാർ ബജറ്റിൽ തുക വകയിരുത്തിയതാണ് പ്രതീക്ഷ നൽകുന്നത്. ബേക്കൽ അന്താരാഷ്ട്ര ടൂറിസം പദ്ധതി സാധ്യത കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം 2019 പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതിക്കായി പ്രാഥമിക അനുമതി നൽകിയത്. ഇതിനായി പെരിയ വില്ലേജിലെ കൈക്കൂട്ടുകുണ്ടിൽ 80 ഏക്കർ സ്ഥലവും കണ്ടെത്തിയിരുന്നു. ഇതിൽ 51 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികളുടേതാണ്. പ്രദേശത്ത് 16 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. പദ്ധതിക്കായി നിശ്ചയിച്ച കൈക്കൂട്ടുകുണ്ടിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി അനുയോജ്യമെന്ന് കണ്ടെത്തിയിരുന്നു. 3 തവണ സർവേ നടത്തി ലാഭകരമാകുമെന്ന് വിലയിരുത്തിയ പദ്ധതി തുടർ നടപടിയില്ലാതെ സ്വപ്നത്തിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നു. സംസ്ഥാന ബജറ്റിൽ പെരിയ എയർസ്ട്രിപ്പ് പദ്ധതിക്കായി 3 കോടിയോളം രൂപ അനുവദിച്ചതോടെയാണ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. നമ്മുടെ ജില്ലയിൽ ഒരുപാട് പ്രവാസി വ്യവസായികളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ അവർക്ക് എളുപ്പം വന്നിറങ്ങാൻ പറ്റുന്നൊരു എയർ സ്ട്രിപ്പാണ് പെരിയ എയർ സ്ട്രിപ്പ്. അതുപോലെ തന്നെ ഒരു അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള എയർ സ്ട്രിപ്പാക്കി മാറ്റും. മറ്റ് എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിനെ മാറ്റുമെന്നാണ് ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിനാവശ്യമായ DPR തയ്യാറാക്കാനാണ് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നത്. ആ DPR തയ്യാറാക്കി അത് യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ജില്ലയുടെ വ്യാവസായിക സാമ്പത്തിക മേഖലയ്ക്ക് നല്ല കുതിപ്പേകും. കണ്ണൂരും മംഗളൂരുമടക്കം സമീപത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിലായിരിക്കും എയർസ്ട്രിപ്പ് പദ്ധതി ഒരുക്കുക. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോട്ടെ KEML കമ്പനി തുറക്കുന്നതിന് മുന്നോടിയായി മാനേജ്മെന്റും തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള ധാരണാപത്രത്തിൽ യൂണിയനുകൾ ഒപ്പുവെച്ചു. തൊഴിലാളികളുടെ വിരമിക്കൽ പ്രായത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ധാരണാപത്രം ഒപ്പുവെക്കൽ വൈകിയത്. CITU, BMS എന്നീ യൂണിയനുകളാണ് ഒപ്പിട്ടത്. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ KEML മാനേജ്മെന്റും തൊഴിലാളികളും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇതോടെ ഏപ്രിൽ ആദ്യവാരം കമ്പനി തുറക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു. 2 വർഷമായി അടച്ചുപൂട്ടിയ പൊതുമേഖലാ സ്ഥാപനമാണ് വീണ്ടും തുറക്കുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനം ഏറ്റെടുത്ത കമ്പനിയുടെ തൊഴിൽ വ്യവസ്ഥകളാണ് കമ്പനി തുറക്കുന്നത് നീളാൻ ഇടയാക്കിയത്. പുതിയ കമ്പനി എന്ന നിലയ്ക്ക് പുതിയ തൊഴിൽ വ്യവസ്ഥകൾ തയ്യാറാക്കിയതാണ് ജീവനക്കാരെ പ്രകോപിപ്പിച്ചത്. CITU, BMS എന്നീ യൂണിയനുകളാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. അതേസമയം INTUC, STU യൂണിയനും കൂടി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കണം. അടുത്ത ദിവസം തന്നെ ഇവർ ഒപ്പുവെക്കുമെന്നാണ് സൂചന. 4 യൂണിയനുകളും ഒപ്പുവെക്കുന്നതോടെ കമ്പനിക്ക് തുറന്നു പ്രവർത്തിക്കാനാകും. KEML കമ്പനിയിൽ പെൻഷൻ പ്രായം 60 ആക്കണമെന്ന ആവശ്യത്തിലായിരുന്നു തൊഴിലാളി സംഘടനകൾ. നിലവിലെ 142 തൊഴിലാളികളിൽ 30-ൽ താഴെ പേരാണ് 58 വയസ്സ് പൂർത്തിയാക്കിയവർ. BEL കമ്പനിയായിരുന്ന സമയത്ത് മാനേജ്മെന്റുമായി ഒപ്പുവെച്ച ശമ്പള വർധന കരാർ നടപ്പാക്കില്ല. 2020 മാർച്ച് 31 വരെയുള്ള ശമ്പള കുടിശ്ശിക പണമായി നൽകും. 2020 ഏപ്രിൽ മുതൽ കമ്പനി അടച്ചിട്ട കാലയളവിലെ ശമ്പള കുടിശ്ശികയുടെ 35% നൽകും എന്നിങ്ങനെയാണ് പുതിയ കരാർ. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ജില്ലയുടെ വിവിധ മേഖലകളിൽ ധർണയും പ്രതിഷേധ യോഗങ്ങളും സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി ജില്ലാ ആസ്ഥാനത്ത് ചെറുതോണിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. വിവിധ കർഷക സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത സമരപരിപാടികൾ ഇടുക്കി SNDP യൂണിയൻ പ്രസിഡന്റ് P. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കരിമൺ സെന്റ് മേരീസ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കരിമൺ ടൗണിൽ സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് പൊന്നമ്പേൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ്, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ കൃപ CMC തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. പ്രളയ സാഹചര്യം നേരിടാൻ കാസർഗോഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെറുവത്തൂർ കാര്യങ്കോട് പുഴയിൽ മോക്ക് ഡ്രിൽ നടത്തി. 2 മണിക്കൂർ നീണ്ട മോക്ക് ഡ്രില്ലിൽ ദുരന്ത പ്രതികരണവുമായി ബന്ധപ്പെട്ട കാര്യക്ഷമത അവലോകനം ചെയ്തു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ഹോസ്ദൂർ തഹസിൽദാർ M. മണിരാജിന്റെ നേതൃത്വത്തിലാണ് മൈച്ചയിൽ മോക്ക് ഡ്രിൽ ഏകോപിപ്പിച്ചത്. ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പട്ടാമ്പിയിൽ ഓട്ടിസം ക്ലബ്ബ് പ്രവർത്തനം തുടങ്ങി. ഓട്ടിസം ഉള്ളവർക്ക് ഒത്തുചേരാനും അവർക്ക് ആവശ്യമായ പരിശീലനങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയാണ് ലക്ഷ്യം.
രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിലാണ് ക്ലബിന്റെ പ്രവർത്തനം. ഓട്ടിസം ഉള്ളവർക്ക് ഒത്തുചേരാനും അവർക്ക് ആവശ്യമായ പരിശീലനങ്ങളും നിർദ്ദേശങ്ങളും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഓട്ടിസം ക്ലബ്ബ് ആരംഭിച്ചത്. എല്ലാ ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലുമായി കേന്ദ്രത്തിൽ ഓട്ടിസം ബാധിച്ചവർക്ക് തൊഴിൽ പരിശീലനവും വിവിധ തെറാപ്പികളും നൽകും. രാവിലെ കീഴായൂർ ടർഫ് മൈതാനത്ത് ഓട്ടിസം ബാധിച്ചവർക്കായി സൗജന്യ ഫുട്ബോൾ കോച്ചിങ്ങും നടത്തിവരുന്നു. നമ്മുടെ മാജിക് ഷോ, അതുപോലെ തന്നെ കുട്ടികൾക്ക് അവിടെ കീഴായൂർ ടർഫിലുള്ള ഒരു ഫുട്ബോൾ പരിശീലനം, ഇങ്ങനെ ഉള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിൽ പല രൂപത്തിലും പല പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രയാസം പിടിച്ചിട്ടുള്ള പരിപാടിയാണ്. അതിലേക്കുള്ള തുടക്കമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത്. പെരുമാറ്റ വൈകല്യമുള്ളവരെ വളർത്തുന്ന രക്ഷിതാക്കൾക്ക് നിരവധി മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതുമൂലം രക്ഷിതാക്കളും ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇവരെ സഹായിക്കാൻ ഓട്ടിസം ബാധിച്ചവരുടെ രക്ഷിതാക്കളും സമൂഹവും ഒരുമിച്ച് നിൽക്കുന്നതിനാണ് ക്ലബ്ബ് രൂപീകരിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. ഭിന്നശേഷി വിദ്യാർത്ഥികളെ സർക്കാർ ഓഫീസുകളും പൊതുയിടങ്ങളും പരിചയപ്പെടുത്താനായി കുന്നമംഗലം BRCയുടെ നേതൃത്വത്തിൽ യാത്ര സംഘടിപ്പിച്ചു. ചുവടുവെക്കാൻ നാട്ടുവഴികളിലൂടെ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭിന്നശേഷി വിദ്യാർത്ഥികളെ സർക്കാർ ഓഫീസുകളും പൊതുയിടങ്ങളും പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ചുവടുവയ്ക്കാൻ നാട്ടുവഴികളിലൂടെ എന്ന പേരിൽ യാത്ര സംഘടിപ്പിച്ചത്. യാത്രയുടെ ഫ്ളാഗ് ഓഫ് മുൻ നഗരസഭാ കൌൺസിലർ മുക്കം വിജയൻ നിർവഹിച്ചു. യാത്രയുടെ ഭാഗമായി മുക്കം ഫയർ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, മുക്കം പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ ഓഫീസുകൾ സന്ദർശിച്ചു. തുടർന്ന് KSRTC ബസ്സിൽ പൊതുജനങ്ങളോടൊപ്പം യാത്രയും നടത്തി. വളരെ നല്ല രീതിയിൽ തന്നെ ഫയർ സ്റ്റേഷന് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകൾ നമ്മൾ ചെന്നിട്ടുള്ള സമയത്ത് വളരെ നല്ല രീതിയിൽ അവർ നമ്മെ സ്വീകരിക്കുകയും എല്ലാ ഉപകരണങ്ങളും അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ, ഫയർ വാഹനങ്ങൾ അല്ലെങ്കിൽ പോലീസ് വാഹനങ്ങളൊക്കെ കാണുക എന്നുള്ളതല്ലാതെ എന്താണ് എന്തിനാണ് എന്ന് അവർക്കറിയില്ല. അതൊക്കെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മുക്കം ഫയർ സ്റ്റേഷനിലെത്തിയ വിദ്യാർത്ഥികളെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മധുരം നൽകി സ്വീകരിച്ചു. തുടർന്ന് ഫയർ എഞ്ചിനുകളും ഉപകരണങ്ങളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ഇതിനിടെ ഫയർ സ്റ്റേഷനിലെത്തിയ ചില വിദ്യാർത്ഥികൾ യൂണിഫോമുള്ള ഉദ്യോഗസ്ഥരെ കണ്ട് ഭയന്ന് കരഞ്ഞു. എന്നാൽ ഉദ്യോഗസ്ഥർ കുട്ടികളോട് വാത്സല്യത്തോടെ പെരുമാറുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തതോടെ കുട്ടികൾ ഇവരുമായി അടുത്ത സൗഹൃദത്തിലായി. ഇത് ഓട്ടിസത്തിന്റെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ ബാക്കിൽ നിന്ന് വെള്ളം ഇതാക്കുന്നത് കണ്ടു. പിന്നെ മോൾക്കൂടെ അങ്ങോട്ട് കുറേ വെള്ളം ഇതാക്കിയിട്ടുണ്ട്, രക്ഷിക്കാനൊക്കെ പറ്റുന്നത്. ചടങ്ങിൽ BPC ശിവദാസൻ, മനോജ് കുമാർ, ഹാഷിദ് KP തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് 18 മുക്കം. മുക്കം ഇരുവഴിഞ്ഞിപ്പുഴയിൽ കയാക്കിംഗ് റൈഡ് ആരംഭിച്ചു. ജലകായിക വിനോദങ്ങളെ ജനകീയമാക്കാൻ രൂപീകരിച്ച ക്ലബ്ബ് റിവേക്കയുടെ ആഭിമുഖ്യത്തിലാണ് കാരശ്ശേരി പഞ്ചായത്തിലെ ചോണാട് കടവിൽ കയാക്കിംഗ് ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും ജനപ്രിയമായ ജലകായിക വിനോദ പരിപാടികളിൽ ഒന്നായ കയാക്കിംഗ് ആണ് മുക്കം ഇരുവഴിഞ്ഞിയിൽ തുടക്കമായത്. ജലകായിക വിനോദങ്ങളെ ജനകീയമാക്കാൻ രൂപീകരിച്ച ക്ലബ്ബ് റിവേക്കയുടെ ആഭിമുഖ്യത്തിലാണ് മുക്കത്ത് ഇരുവഴിഞ്ഞിയിൽ കയാക്കിംഗ് ആരംഭിച്ചത്. രാവിലെ 6 മണി മുതലും വൈകിട്ട് 4 മണിക്കുമാണ് റൈഡ് ആരംഭിക്കുക. നമ്മൾ 2 ടൈപ്പ് റൈഡാണുള്ളത്. ഒന്ന് സൺറൈസ് റൈഡും ഒന്ന് സൺസെറ്റ് റൈഡുമാണ്. സൺറൈസ് വരുന്നത് നമുക്കൊരു 6 മണി ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൺസെറ്റ് വരുന്നത് ഒരു 4 മണി 4:30 ആകുമ്പോഴാണ്. ഒരു 3 to 4 hours ഉള്ള റൈഡാണ് വരുന്നത്. കാരശ്ശേരി ചോണോട് പുഴയോരത്ത് നടന്ന ചടങ്ങിൽ തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ്, കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിതയ്ക്ക് തുഴ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും ജനങ്ങളെ പുഴയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനും പുഴ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനും ജലവിനോദ പരിപാടികൾ സഹായകരമാകുമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. ഒരു പ്രത്യേക അനുഭവം തന്നെയാണിത്. നമ്മൾ പലതവണയായിട്ട് ഇങ്ങനെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് നമ്മുടെ ഈ മേഖലയെ ടൂറിസത്തിന് അനന്തമായ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് പുഴയെ കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും മാലിന്യരഹിതമാക്കി നമ്മുടെ പുഴയെ മാറ്റാനൊക്കെ കഴിയുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ കാരശ്ശേരി പഞ്ചായത്ത് വാർഡ് മെമ്പർ സത്യൻ മുണ്ടയിൽ, റഫീഖ് ചോണോട്, TM ജാഫർ, പോൾസൺ ഹാമിദ് അലി, ഉബൈസ് ചോണോട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം.
നിർമ്മാണ നിരോധനവും ഭൂപതിവ് ചട്ടവും ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. ടൂറിസം വകുപ്പിന്റെ പദ്ധതിയായ കാരവാൻ കേരളയും ജില്ലയിൽ നടപ്പിലാക്കാൻ 64ലെ ഭൂപതിവ് ചട്ടം വിലങ്ങുതടിയാകുകയാണ്. ഇത് മറികടന്ന് കാരവാൻ പാർക്കുകൾ ആരംഭിച്ചാൽ പിന്നീട് നിയമക്കുരുക്കുകൾ ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് സംരംഭകർക്കും ഉള്ളത്. ടൂറിസം വകുപ്പിന്റെ അഭിമാന പദ്ധതിയാണ് കാരവാൻ കേരള. ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന പദ്ധതി കഴിഞ്ഞ ഫെബ്രുവരി 25-നാണ് വാഗമണിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്ത് 353 കാരവാനുകളും 120 കാരവാൻ പാർക്കും ആരംഭിക്കുന്നതിനാണ് ടൂറിസം വകുപ്പ് പദ്ധതിയിട്ടിരിക്കുന്നത്. എന്നാൽ ഈ പദ്ധതി ഇടുക്കിയിൽ നടപ്പിലാക്കുന്നതിന് 1964ലെ ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യേണ്ടിവരും എന്നതാണ് വാസ്തവം. 64ലെ ചട്ടമനുസരിച്ച് പട്ടയം ലഭിച്ചിരിക്കുന്ന ഇടുക്കി ജില്ലയിലെ ഭൂരിഭാഗം വില്ലേജുകളിലും കാരവൻ പാർക്കുകൾ ആരംഭിക്കാൻ നിയമ തടസ്സമുണ്ട്. 64ലെ ചട്ടപ്രകാരം ലഭിച്ചിരിക്കുന്ന പട്ടയഭൂമിയിൽ കൃഷിക്കും വീട് നിർമ്മാണത്തിനും മാത്രമാണ് അനുമതി. ആഴ്ചകൾക്ക് മുൻപ് പള്ളിവാസലിന് സമീപം കാരവൻ പാർക്ക് നിർമ്മിക്കാനുള്ള സ്വകാര്യ സംരംഭകന്റെ അപേക്ഷ പ്രകാരം റവന്യൂ വകുപ്പിൽ നിന്നുള്ള കൈവശാവകാശ രേഖ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പഞ്ചായത്തിലേക്ക് നൽകുന്ന എല്ലാ കൈവശാവകാശ രേഖകളിലും സർട്ടിഫിക്കറ്റുകളിലും ഭൂമി ഏതാവശ്യത്തിന് പതിച്ചു നൽകിയിരിക്കുന്നു എന്നത് വ്യക്തമാക്കണമെന്നാണ് റവന്യൂ വകുപ്പിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഇതാണ് കാരവൻ പാർക്കിന് വെല്ലുവിളിയാകുന്നത്. വിവരം മന്ത്രിയെ നേരിട്ട് അറിയിച്ചിരിക്കുകയാണ് ഇടുക്കിയിലെ സ്വകാര്യ സംരംഭകർ. ഏറെ സാധ്യതകളുള്ള ഇടുക്കി ജില്ലയിൽ അത് വേണ്ടത്ര രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ ഈ ഭൂപ്രശ്നങ്ങൾ അനുവദിക്കുന്നില്ല. അതായത് ചുരുങ്ങിയത് 50 സെൻറ്റ് ഭൂമിയാണ് ഒരു കാരവാൻ പാർക്കിന് ആവശ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സൗകര്യങ്ങൾ, ഡ്രൈവിൻ ഏരിയ, ടോയ്ലറ്റ് സംവിധാനങ്ങൾ അടക്കമുള്ള എല്ലാ ഒരു ചെറുകിട ഒരു നിർമ്മാണ പ്രവർത്തനം അവിടെ വേണ്ടി വരും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 964ലെ ചട്ടം അനുസരിച്ച് നൽകിയ പട്ടയത്തിലും 93ലെ വനഭൂമി ക്രമീകരിക്കൽ ചട്ടം അനുസരിച്ച് നൽകിയ പട്ടയത്തിലും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ല. നിയമ തടസ്സം നിലനിൽക്കുന്നതിനൊപ്പം നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന 8 വില്ലേജുകളിലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് വില്ലേജുകളിലും ഗാർഹികേതര നിർമ്മാണങ്ങൾക്ക് വിലക്കുണ്ട്. ഈ സാഹചര്യത്തിൽ 50 സെന്റ് സ്ഥലത്ത് ജലസംഭരണികൾ, വിനോദത്തിനുള്ള തുറന്ന ഇടം, ഡ്രൈവർ ഇൻ ഏരിയ, മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം, ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ എന്നിവയടക്കം കാരവൻ പാർക്ക് നിർമ്മിക്കാൻ നിലവിലെ ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യാതെ കഴിയില്ല എന്നതാണ് വാസ്തവം. ന്യൂസ് 18 ഇടുക്കി. വേനൽ കടുത്തു. പഞ്ചായത്തിന്റെ അനാസ്ഥയെ തുടർന്ന് കുടിവെള്ളം ലഭിക്കാതെ 100ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. കോന്നി അരുവാപ്പുലം പഞ്ചായത്തിലെ തോപ്പിൽ മിച്ചഭൂമി നിവാസികളാണ് വേനൽക്കാലത്ത് കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായിരിക്കുന്നത്. വേനൽ രൂക്ഷമായതോടെ കടുത്ത കുടിവെള്ളക്ഷാമമാണ് അരുവാപ്പുലം പഞ്ചായത്തിലെ തോപ്പിൽ മിച്ചഭൂമി നിവാസികൾ അനുഭവിക്കുന്നത്. കോളനിയിലെ കിണറുകളിൽ വെള്ളമില്ലാതായതോടെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വെള്ളമെത്തിച്ചാണ് പലരും ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ പണം കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കുന്നവരും കോളനിയിലുണ്ട്. 2 വർഷം മുമ്പ് കോളനിക്കാർക്ക് വെള്ളം എത്തിക്കുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാട്ടർ ടാങ്കും പൈപ്പും സ്ഥാപിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്തതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണം. എനിക്കിപ്പോൾ 22 വയസ്സുണ്ട്. 22 വർഷമായിട്ട് ഞാൻ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ താഴെ കുഴിയിൽ പോയ അമ്മയായാലും എല്ലാവരും വെള്ളം ചുമ്മിക്കൊണ്ട് വരുന്നത്. ഇപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ 3 കുഞ്ഞുങ്ങളുണ്ട്. ഇത്ര നാളായിട്ട് വെള്ളത്തിന് താഴെ പോയി ചുമ്മാ ഇപ്പോൾ വെള്ളം മേടിക്കുക. മെമ്പറിനോട് പറഞ്ഞ് ഞങ്ങൾ മടുത്തു. ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും സൈഡിലെ സ്ഥലം ഞങ്ങൾ കൊടുത്തു. വെള്ളത്തിന് ടാങ്ക് വെക്കാം. വെള്ളത്തിന് ടാങ്ക് വെച്ചിട്ട് ഇപ്പോൾ 1 വർഷമായി ടാങ്കിൻ്റെ ഇത്രയും പണികളും കാര്യങ്ങളും ചെയ്തിട്ട് ഇതുവരെ വെള്ളം അടിച്ചിട്ടില്ല. മുൻകാലങ്ങളിൽ പഞ്ചായത്ത് അധികൃതർ പ്രദേശവാസികൾക്ക് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ച് നൽകിയിരുന്നു. എന്നാൽ വേനൽ രൂക്ഷമായതോടെ ഇപ്പോൾ അതും ലഭിക്കുന്നില്ല. കഷ്ടങ്ങൾ തന്നെയാണ്, ഭയങ്കര ദുരിതങ്ങളാണ്. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് കുളിപ്പിക്കാൻ പോലും ഉള്ള ബുദ്ധിമുട്ടിൽ അത്രത്തോളം ദാരിദ്ര്യത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ തോപ്പി മിച്ചഭൂമിയിൽ വളരെയേറെ കഷ്ടങ്ങളാണ് ജനങ്ങളോട് അധികാരപ്പെട്ടവർ പെരുമാറുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ഈ കുഞ്ഞുങ്ങളെ മലക്ക കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ ഇതിനൊരു ധരണ സംഘടിപ്പിക്കാൻ പോവാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. വേനൽ ചൂടിന്റെ കാഠിന്യത്തിൽ ജോലിയിൽ ഏർപ്പെടുന്ന ട്രാഫിക് പോലീസുകാർക്കും പൊതുജനങ്ങൾക്കും ഗുണകരമായി കുടിവെള്ള വിതരണ യൂണിറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം റൂറൽ ജില്ലാ പോലീസ് മേധാവി രവി നിർവഹിച്ചു.
കഠിനമായ ചൂട് അനുഭവപ്പെടുന്നതിനാൽ കൊട്ടാരക്കര ട്രാഫിക് പോയിന്റുകളിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ദാഹമകറ്റുന്നതിനായും ഭക്ഷണത്തിനായുമാണ് പദ്ധതി നടപ്പാക്കിയത്. കിഴക്കേ തെരുവ് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റാണ് ഫുഡ് ബാങ്ക് സ്ഥാപിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ഈ സംരംഭത്തിൽ പങ്കുകൊള്ളാൻ നല്ലവരായ ആളുകൾ ഓരോ പൊതി അവരുടെ പൊതിച്ചോറുകൾ ഇവിടെ എത്തിച്ചാൽ അത് ഇവിടെ നിന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ വന്നാൽ ഭക്ഷണം കിട്ടും എന്ന് അറിയുന്നുണ്ടെങ്കിൽ ആഹാരമില്ലാതെ വിഷമിച്ച് കിടക്കുന്ന നമ്മുടെ നാട്ടിലെ നിരാലംബരായ ആളുകൾക്ക് ഇവിടെ വന്നാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനുള്ള ഒരു അവസരം കൂടെ അത് ഉണ്ടാവും. വേനൽ ചൂട് അവസാനിക്കും വരെ കുടിവെള്ള വിതരണ സംവിധാനം പൊതുജനങ്ങൾക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ഉപയോഗപ്രദമാകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഇത്തരത്തിലുള്ള പദ്ധതികൾ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുമെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സാജു ആർ.എൽ അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. നാട്ടുവർത്തമാനത്തിൽ ഇനിയൊരു ഇടവേള. ജീവകാരുണ്യത്തിന്റെ പുതിയ ചരിത്രമായിരിക്കുകയാണ് മലപ്പുറം കൽപ്പകഞ്ചേരി വളവന്നൂരിലെ ബിരിയാണി ചാലഞ്ച്. ഒറ്റ ദിവസം കൊണ്ട് 1 കോടി രൂപയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവിന് വേണ്ടി സമാഹരിച്ചത്. ആയിരക്കണക്കിന് പേരാണ് ബിരിയാണി ചാലഞ്ചിന്റെ ഭാഗമായത്. ഒറ്റ ദിവസം കൊണ്ട് 1 കോടി രൂപയാണ് ബിരിയാണി ചാലഞ്ചിലൂടെ ഈ കൂട്ടായ്മ സമാഹരിച്ചത്. 1 ലക്ഷം പേർക്കാണ് 500ഓളം വരുന്ന പാചകക്കാർ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ബിരിയാണി പാകം ചെയ്തത്. കൽപ്പകഞ്ചേരി വളവന്നൂരിലാണ് ഇത്രയധികം ചെമ്പുകളിൽ നിന്നും ജീവകാരുണ്യത്തിന്റെ ബിരിയാണി മണം പരന്നത്. 2000 വോളണ്ടിയർമാരാണ് ദിവസങ്ങളോളം നീണ്ട ബിരിയാണി ചാലഞ്ചിനായി നേതൃത്വം നൽകിയത്. സൗജന്യമായി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ പാലിയേറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം കണ്ടതുകൊണ്ടും അത് അനുഭവിച്ചുകൊണ്ടുമായിരിക്കും ഇത്രയും സപ്പോർട്ട് നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും കിട്ടിയത്. ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. 6 വർഷമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ആഭിമുഖ്യത്തിലാണ് ചാലഞ്ച് നടത്തിയത്. ബിരിയാണി ചാലഞ്ചുകൾ സജീവമാകുന്ന കാലത്ത് ഒരു ദിനം കൊണ്ട് 1 കോടി സമാഹരിച്ച നേട്ടമാണ് ഇവർക്കുള്ളത്. ന്യൂസ് 18 തിരൂർ. നിർധനരായ ക്യാൻസർ രോഗികൾക്ക് കൈത്താങ്ങായി സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റ് ഗ്രാമീണർക്കും യുവജനങ്ങൾക്കും പുത്തൻ അനുഭവമായി മാറി. കാട്ടാക്കട കണ്ടലിൽ അരങ്ങേറിയ വോളിബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ള ടീമുകളാണ് എത്തിയത്. നിർധനരായ ക്യാൻസർ ബാധിതർക്കൊരു കൈത്താങ്ങ് എന്ന ലക്ഷ്യത്തോടെയാണ് യുവാക്കൾ കോർട്ടിൽ മത്സരത്തിനിറങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ 23 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. JCA ട്രിവാൻഡ്രം ലീഗൽ, JCA കളിയിക്കാവിള ലെജൻഡ്സ്, സുശ്രുത ക്യാൻ, കിങ്സ് കണ്ടൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു കാട്ടാക്കട കണ്ട്ല പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ 2 ദിവസം നീണ്ടുനിന്ന വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഇതിൻ്റെ പൊതുവായ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ക്യാൻസർ ബാധിതരായ ഫിനാൻഷ്യലി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാട്ടാക്കട ഏരിയയിൽ തന്നെ ഈ ക്യാൻസർ ബാധിതരായ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പരിപാടിയുടെ ഭാഗമായി പായസമേള, ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ വിപണനം, ലക്കി കോൺടെസ്റ്റുകൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചിരുന്നു. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മാറനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സുരേഷ് കുമാർ അധ്യക്ഷനായി. ന്യൂസ് 18 കാട്ടാക്കട. പാലക്കാട് നഗരത്തിലെ പാറക്കുളം അനധികൃതമായി തരം മാറ്റിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം അന്വേഷിക്കാൻ ഉത്തരവ്. സംഭവത്തിൽ 1 മാസത്തിനുള്ളിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ്. പാലക്കാട് നഗരത്തിലെ കുന്നത്തൂർമേടിലുള്ള 1 ഏക്കറോളം വരുന്ന പാറക്കുളം അനധികൃതമായി തരം മാറ്റിയ സംഭവത്തിലാണ് റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉത്തരവിട്ടത്. താലൂക്ക്, വില്ലേജ് ഓഫീസർമാരും RDOയും ചേർന്ന് വ്യാജരേഖ ചമച്ച് നിയമവിരുദ്ധമായി കുളം തരം മാറ്റിയെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകനായ ബോബൻ മാട്ടുമന്ത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മധ്യമേഖല റവന്യൂ വിജിലൻസ് ഡെപ്യൂട്ടി കളക്ടർക്കാണ് അന്വേഷണ ചുമതല. സാമ്പത്തികവും അധികാരവും ഉപയോഗപ്പെടുത്തുന്ന ഭൂമാഫിയയും ആ ഭൂമാഫിയയെ സഹായിക്കുന്നതിനു വേണ്ടി നിലവിലുള്ള നിയമങ്ങളെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഭൂനിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഭൂമി അനധികൃതമായും നിയമവിരുദ്ധമായും ആസൂത്രിതമായും തരം മാറ്റുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ഒരു പാഠമാണ് ഈ വിധി. 1 മാസത്തിനകം പ്രാഥമിക റിപ്പോർട്ടും 3 മാസത്തിനകം വിശദമായ റിപ്പോർട്ടും സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഇതിനിടെ പാറക്കുളം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന കൃഷിവകുപ്പിന്റെ ഉത്തരവ്
ഇതുവരെയും നടപ്പിലായിട്ടില്ല. ന്യൂസ് 18 പാലക്കാട്. നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ പോലീസ് സ്റ്റേഷനാണ് കരിപ്പൂരിലേത്. എന്നാൽ സ്വന്തമായി കെട്ടിടം പോലുമില്ലാതെ പരിമിതികളുടെ നടുവിലാണ് ഏറെ നാളായി കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ. വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ. പേരിൽ കരിപ്പൂർ എന്നുണ്ടെങ്കിലും കരിപ്പൂരിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള കുമ്മിണിപ്പറമ്പിലാണ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. കുമ്മിണിപ്പറമ്പിൽ തറയിട്ടാൽ റോഡിനരികിലെ വാടക വീടാണ് സ്റ്റേഷൻ. 2 കിടപ്പുമുറികളും അടുക്കളയും ഡൈനിങ് ഹാളും ഉൾപ്പെടുന്ന വീട്ടിൽ 40-ലേറെ പോലീസുകാരുണ്ട്. എല്ലാവരും ഒന്നിച്ചെത്തിയാൽ നിൽക്കാനുള്ള സൗകര്യം പോലുമില്ലാത്ത അവസ്ഥ. കെട്ടിടത്തിന് മുകളിൽ താൽക്കാലിക സൗകര്യമൊരുക്കിയാണ് പോലീസുകാർ വിശ്രമിക്കുന്നത്. മഴക്കാലത്ത് ചോർച്ചയും വേനലിൽ കടുത്ത ചൂടുമാണ് ഈ വിശ്രമമുറിയിൽ. സ്റ്റേഷനിൽ ലോക്കപ്പില്ലാത്തതിനാൽ പ്രതികളെ കൊണ്ടോട്ടി സ്റ്റേഷനിലാണ് പാർപ്പിക്കുന്നത്. തൊണ്ടിവാഹനങ്ങളും മറ്റും സൂക്ഷിക്കാനും സൗകര്യമില്ല. സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റാൻ നേരത്തെ ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും മതിയായി സ്ഥലം ലഭിച്ചിട്ടില്ല. വിമാനത്താവള പരിസരത്തേക്ക് പോലീസ് സ്റ്റേഷൻ മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് ഈ സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷന് വേണ്ടിയുള്ള കെട്ടിട നിർമ്മാണത്തിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കരിപ്പൂർ. കായംകുളം ദേശീയപാതയെ KP റോഡുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ. KPC ജംഗ്ഷൻ ലക്ഷ്മി തിയേറ്റർ റോഡാണ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിച്ച് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. KP റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് നഗരത്തിരക്കൊഴിവാക്കി എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന മാർഗമാണ് അധികൃതരുടെ അനാസ്ഥയിൽ അടഞ്ഞത്. ചേരാവള്ളി ഭാഗത്തുനിന്നും നഗരത്തിലേക്ക് എത്താനുള്ള എളുപ്പവഴിയും ഇതാണ്. റോഡിലെ പഞ്ചമി മില്ലിന്റെ സമീപം മുതൽ ഇരട്ടക്കുളം വരെയുള്ള ഭാഗമാണ് യാത്ര ദുസ്സഹമാക്കുന്ന രീതിയിൽ തകർന്നു കിടക്കുന്നത്. പലയിടത്തും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. രാത്രി യാത്രക്കാർ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. റോഡ് നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വീടുകളിലോട്ട് കയറാനുള്ള ബുദ്ധിമുട്ട്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങൾ ഓടയ്ക്കകത്ത് വീഴുന്നു. അങ്ങനെ ആകപ്പാടെ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ഇന്ന് ഈ 35-ാം വാർഡിലെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ കഴിഞ്ഞുകൂടുന്നത്. 2 വർഷം മുൻപാണ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 20 ലക്ഷം രൂപ 400 മീറ്റർ നീളത്തിൽ ഓട നിർമ്മിക്കാൻ അനുവദിച്ചത്. ഓട നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചതും പരിസരവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നുണ്ട്. ഓടയ്ക്കായി തുരന്ന മണ്ണ് അതേപടി റോഡിൽ കിടക്കുന്നതാണ് പ്രശ്നം. വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കാത്തതാണ് നിർമ്മാണത്തിന് കാലതാമസമെന്നായിരുന്നു വിശദീകരണം. എന്നാൽ വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിച്ചിട്ട് നാളുകളായിട്ടും സ്ഥിതി പഴയതുപോലെ തന്നെയാണ്. കുഴിയായിട്ട് വർഷങ്ങളായി വരുന്ന പല ടൂർ യാത്രക്കാരും വണ്ടിക്കാരും മറിഞ്ഞു വീഴുക. കുഴി വെള്ളം വന്ന് നിറഞ്ഞിട്ട് മറിഞ്ഞു വീഴുക. ഓട പണിഞ്ഞിട്ട് റോഡ് പണിയാമെന്ന് പറഞ്ഞിട്ട് ഓടയുടെ പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. മാർച്ച് അവസാനം ആകുമ്പോഴത്തേക്ക് ഇതിനെല്ലാം സ്ലാബ് ഇട്ട് തരാൻ പറഞ്ഞ് ഞങ്ങളുടെ എല്ലാ വീടുകളുടെ മുമ്പിൽ പൊളിച്ചിട്ടിട്ട് ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. വീട്ടിലോട്ട് കയറാനൊക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ വീട്ടിലും. തുറന്നുകിടക്കുന്ന ഓടകൾ അടയ്ക്കാത്തതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇല്ലിക്കുളം ഭാഗത്തെ വളവിൽ ഓടയിലെ കോൺക്രീറ്റിലെ ഇരുമ്പ് കമ്പികൾ ഉയർന്നു നിൽക്കുന്നതും മറ്റൊരു പ്രശ്നമാണ്. ഇത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് കാരണമാകുന്നതായും പരാതിയുണ്ട്. ന്യൂസ് 18 കായംകുളം. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.